പോകുന്നത് നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ചൂടുള്ള 15 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 15 മാലി. പശ്ചിമാഫ്രിക്കയിലെ കരയാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ് ഇത്. രാജ്യത്തിന്റെ ഭൂരിഭാഗവും തെക്കൻ സഹാറ മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വളരെ ചൂടുള്ളതും പൊടി നിറഞ്ഞതുമായ അന്തരീക്ഷമാണ് ഉണ്ടാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ചൂടേറിയ രാജ്യങ്ങളിൽ ഒന്നാണ് ഇത്. നമ്പർ 14 ടാൻസാനിയ. ഭൂമധ്യരേഖയ്ക്ക് പൂർണ്ണമായും തെക്ക് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണിത്. ഇവിടുത്തെ കാലാവസ്ഥ വളരെയധികം ചൂടുള്ളതും വരൾച്ച അനുഭവപ്പെടുന്നതുമാണ്. നവംബർ മുതൽ ഫെബ്രുവരി വരെ വളരെ ചൂടേറിയ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. നമ്പർ 13 ജിബൂട്ടി. ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശമാണ് ജിബൂട്ടി. പ്രധാനമായും പീഠഭൂമി, സമതലങ്ങൾ, ഉയർന്ന പ്രദേശങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഇവിടുത്തെ ഭൂപ്രകൃതി. ഇവിടുത്തെ കാലാവസ്ഥ ലോക ശരാശരിയേക്കാൾ വളരെ ചൂടുള്ളതും കാലാനുസൃതമായ വ്യതിയാനങ്ങൾക്കും വളരെ കുറവാണ്. നമ്പർ 12 ബ്രസീൽ. ലോകത്തിലെ 5ാമത്തെ വലിയ രാജ്യവും അമേരിക്കകളിൽ 3ാമത്തെ വലിയ രാജ്യവുമാണ് ബ്രസീൽ. രാജ്യത്തിന്റെ ഭൂരിഭാഗവും ഉഷ്ണമേഖല പ്രദേശമാണ്. അർദ്ധവരണ്ട കാലാവസ്ഥയുള്ള ഈ പ്രദേശത്ത് സാധാരണയായി 800 മില്ലിമീറ്റർ മഴ മാത്രമേ ലഭിക്കുന്നുള്ളൂ. നമ്പർ 11 ഇറാഖ്. വിസ്തൃതിയുടെ കാര്യത്തിൽ ലോകത്തിലെ 58ാമത്തെ വലിയ രാജ്യമാണ് ഇറാഖ്. ഇറാഖിന്റെ ഏകദേശം 40% പാറക്കെട്ടുകൾ നിറഞ്ഞ മരുഭൂമികളാണ്. ഇറാഖിന്റെ ഭൂരിഭാഗവും ഉപഉഷ്ണമേഖലാ സ്വാധീനമുള്ള ചൂടുള്ള വരണ്ട കാലാവസ്ഥയാണ് അനുഭവിക്കുന്നത്. ശരാശരി താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. നമ്പർ 10 സൊമാലിയ. വർഷം മുഴുവൻ ചൂടുള്ള കാലാവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. സൊമാലിയ ഭൂമധ്യരേഖയോട് ചേർന്നിരിക്കുന്നതിനാൽ കാലാവസ്ഥയിൽ വലിയ വ്യത്യാസങ്ങളില്ല. വടക്കൻ സൊമാലിയയിലാണ് ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനം കാണപ്പെടുന്നത്. വളരെ വരണ്ട പ്രദേശങ്ങളും ഇവിടെ കൂടുതലാണ്. നമ്പർ 9 ഈജിപ്ത്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 15ാമത്തെ രാജ്യമാണ് ഇത്. ഈജിപ്തിൽ അസാധാരണമാംവിധം ചൂടുള്ളതും വെയിലും നിറഞ്ഞതും വരണ്ടതുമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. വടക്കൻ മേഖലയിൽ ശരാശരി ഉയർന്ന താപനിലയിലാണ് അനുഭവപ്പെടുന്നത്. നമ്പർ 8 മൊറോക്കോ. മൊറോക്കോയുടെ വലിയൊരു ഭാഗം പർവ്വത പ്രദേശമാണ്. മൊറോക്കോയുടെ കാലാവസ്ഥ പ്രധാനമായും ചൂടുള്ള വേനൽക്കാലം, മെഡിറ്ററേനിയൻ ചൂടുള്ള മരുഭൂമി മേഖലകളാണ്. കാലാവസ്ഥ വളരെ വരണ്ടതായി മാറുന്നു. നീണ്ടതും ചൂടുള്ളതുമായ വേനൽക്കാലം ഇവിടെ അനുഭവപ്പെടുന്നു. നമ്പർ 7 ടുണീഷ്യ. വടക്കു പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മെഡിറ്ററേനിയൻ തീരത്താണ് ടുണീഷ്യ സ്ഥിതി ചെയ്യുന്നത്. നേരിയ മഴയുള്ള ശൈത്യകാലവും ചൂടുള്ളതും വരണ്ടതുമായ വേനൽക്കാലവും ഇവിടെയുണ്ട്. രാജ്യത്തിന്റെ തെക്ക് മരുഭൂമിയാണ്. വടക്കു ഭാഗത്തെ ഭൂപ്രകൃതി പർവ്വത നിരകളുമാണ്. നമ്പർ 6 സൗദി അറേബ്യ. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 4ാമത്തെ രാജ്യമാണ് ഇത്. സൗദി അറേബ്യയിൽ വേനൽക്കാലത്ത് പകൽ സമയത്ത് വളരെ ഉയർന്ന താപനിലയും രാത്രിയിൽ കുത്തനെയുള്ള താപനില കുറവുള്ള മരുഭൂമി കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. നമ്പർ 5 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. 7 എമിറേറ്റുകൾ ചേർന്ന ഒരു ഫെഡറൽ അർദ്ധ ഭരണഘടന രാജവാഴ്ചയാണിത്. UAE കാലാവസ്ഥ ഉപ ഉഷ്ണമേഖല വരണ്ട കാലാവസ്ഥയാണ്. ചൂടുള്ള വേനൽക്കാലവും ചൂടുള്ള ശൈത്യകാലവുമാണ് ഇവിടെ. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളാണ് ഏറ്റവും ചൂടേറിയത്. നമ്പർ 4 അങ്കോള. ഉഷ്ണമേഖല ആഫ്രിക്കയിലെ മറ്റു ഭാഗങ്ങളെ പോലെ അങ്കോളയിലും വ്യത്യസ്തവും മാറി മാറി വരുന്നതുമായ മഴക്കാലങ്ങളും വരണ്ട കാലങ്ങളും അനുഭവപ്പെടുന്നു. വരണ്ട കാലാവസ്ഥ ഇവിടെ വളരെ കൂടുതലായതിനാൽ ചൂടും വളരെ കൂടുതലാണ്. നമ്പർ 3 DRC. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് ഈ രാജ്യം. ഏറ്റവും കൂടുതൽ ചൂടുള്ള, ഏറ്റവും കൂടുതൽ ഹരിതഗൃഹവാതങ്ങൾ പുറന്തള്ളുന്ന 18ാമത്തെ രാജ്യവും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയർന്ന ഉത്ഭവനം നൽകുന്ന രാജ്യവുമാണ് DRC. നമ്പർ 2 സുഡാൻ. വടക്കേ ആഫ്രിക്കയിലാണ് സുഡാൻ സ്ഥിതി ചെയ്യുന്നത്. മധ്യ വടക്കൻ ഭാഗങ്ങളിൽ വടക്ക് കിഴക്ക് നുബിയൻ മരുഭൂമി, കിഴക്ക് ബയൂഡ മരുഭൂമി തുടങ്ങിയ വളരെ വരണ്ട അർദ്ധ മരുഭൂമി പ്രദേശങ്ങളുണ്ട്. സൂര്യപ്രകാശത്തിന്റെ ദൈർഘ്യം ഇവിടെ വളരെ കൂടുതലാണ്. നമ്പർ 1 നൈജർ. പശ്ചിമാഫ്രിക്കയിലെ ഒരു കരയാൽ ചുറ്റപ്പെട്ട രാജ്യമാണ് ഇത്. ഏറ്റവും കൂടുതൽ മരുഭൂമിയിലെ ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥ ഇവിടുത്തെ ചില പ്രദേശങ്ങളിൽ കൂടുതൽ തീപിടുത്തങ്ങൾക്ക് കാരണമാകുന്നു. തെക്ക് നൈജർ നദീതടത്തിനരികുകളിൽ ഒരു ഉഷ്ണമേഖല കാലാവസ്ഥയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.